ലേഖനത്തിലെ ആഹ്വാനം, അയോഗ്യതയോടെ ആരും കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാൻ പാടില്ല. നമ്മൾ ഒരുക്കത്തോടുകൂടെ അനുരഞ്ജനം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് എന്നുള്ള ആഹ്വാനവും ഈ പരിശുദ്ധ കുർബാന സ്ഥാപന ദിനത്തിൽ നമുക്ക് പ്രത്യേകം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ ഇടവരട്ടെ. രണ്ടാമത്തേത്, ഈശോ പൗരോഹിത്യവും അനുരഞ്ജന കൂദാശയും കാലുകഴുകൽ നടത്തിയതും അനുസ്മരിക്കുന്ന ദിനമാണ്. നിത്യപുരോഹിതനായ ഈശോ യുഗാന്ത്യത്തോളമുള്ള തൻ്റെ സാന്നിധ്യം ഈ ലോക ജനതയ്ക്ക് മുഴുവൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നതിന് വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നുള്ള അവിടുത്തെ ആഹ്വാനത്തിന് അതിൻ്റെ നിറവേറ്റലിനുമായി അവിടുന്ന് തൻ്റെ 12 ശ്ലീഹന്മാരെ ഇതിനായി ഈ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നതിനായി നിയോഗിച്ചു. അതാണ് അനസ്യൂതം സഭയിൽ നമ്മൾ തുടരുന്ന പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും. തൻ്റെ ശിഷ്യ സമൂഹത്തിന്, ശ്ലീഹന്മാർക്ക് ഈശോ ഏൽപ്പിച്ച ഈ പൗരോഹിത്യ സ്ഥാപനത്തെ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഈശോയുടെ 12 ശ്ലീഹന്മാരാണ് എന്ന് നമുക്കറിയാം. ഈ 12 ശ്ലീഹന്മാരുടെ പിൻഗാമികളാണ് നമ്മുടെ മെത്രാന്മാർ. ഈ മെത്രാന്മാരിലൂടെയാണ് പൗരോഹിത്യം ഒരു വൈദികന് നൽകപ്പെടുന്നത്. അതിനാൽ തന്നെ ആദ്യ 12 ശ്ലീഹന്മാർക്ക് നൽകപ്പെട്ട ആ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയാണ് ഓരോ പുരോഹിതരും ഇപ്പോൾ പിന്തുടരുന്നതും. അതിന്റെ പൂർത്തീകരണം എന്നോണം ഈശോ നൽകിയ ആ കൽപ്പനയാണ് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞതിന്റെ അനുസ്മരണത്തിന്റെ പൂർത്തീകരണത്തിനായാണ് പരിശുദ്ധ കുർബാന ഓരോ പുരോഹിതരും അർപ്പിക്കുന്നത്.